കഴിഞ്ഞ ദിവസം കുമളിയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ ഇസ്രയേലി സ്വദേശികളെ കടയിൽ നിന്ന് പുറത്താക്കിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. വലിയ ഒരു സംഭവമായി അത് മാറി. ശരിക്കും കേരളത്തിന്റെ ടൂറിസം മേഖലയെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. പലരും പല രീതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഈ കട ഇപ്പോൾ പൂട്ടുകയുണ്ടായി. ഇനി അവർക്ക് അവിടെ കച്ചവടം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ നടപടി എടുക്കുകയും ചെയ്തു. PC ജോർജ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വർഗീയവാദം വെച്ച് പുലർത്തുന്നവരെ ഒരിക്കലും കേരളത്തിൽ വച്ച് പൊറപ്പിക്കാനാകില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കടുത്ത മതേതരത്വവാദികളാണ് എന്ന് പറയുന്നവർ തന്നെ മതേതരത്വത്തിന് എതിരായി പ്രവർത്തിക്കുന്ന പ്രവണതയാണ് ഈ കാശ്മീരി സ്വദേശികളുടെ ഇടയിൽ കണ്ടത്. ഒരിക്കലും അവർ ചെയ്തത് നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായി കാണാൻ സാധിക്കുകയില്ല. ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇടുക്കി, കുമളി, അതുപോലെ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ പലരും കേട്ടറിഞ്ഞ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനെത്തുന്നവരാണ്. അതൊരു തരത്തിൽ പറഞ്ഞാൽ ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ആ ടൂറിസത്തിനെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് കാശ്മീരി കച്ചവടക്കാർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഈ ഇടുക്കി, കുമളി എന്ന് പറയുന്ന ഈ റൂട്ടിൽ കാശ്മീരിൽ നിന്ന് ഒരുപാട് പേരാണ് കച്ചവടം നടത്തുന്നത്. കാശ്മീരിൽ നിന്നുള്ള ആളുകളുടെ വരവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരറ്റമായ കാശ്മീരിൽ നിന്ന് കേരളത്തിന്റെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അവിടെ നിന്നുള്ള കാശ്മീരികൾ വരുന്നത് എന്നതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരിൽ ചില വ്യാപാരികൾക്കെതിരെയാണ് രാജ്യവ്യാപകമായ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. മാത്രമല്ല ഈ വാർത്ത പ്രവാസ ലോകത്തും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇന്ത്യയിൽ വരുന്ന വിദേശ സഞ്ചാരികളോട് മതമൗലികവാദികൾ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തിയാൽ വിദേശത്ത് താമസിക്കുന്ന ഒരുപാട് നമ്മുടെ നാട്ടുകാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, കേരളീയരുണ്ട്. അവരോട് അവിടെയുള്ളവർ എങ്ങനെ പെരുമാറും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും ആവില്ല. ഇത് ഇന്ത്യൻ പ്രവാസികളെ ഗുരുതരമായി ബാധിക്കുമെന്നും പ്രവാസ ലോകത്ത് ആശങ്കകൾ ഉയർന്നു. ശരിക്കും പരുക്കൻ പ്രതിഷേധമായിരുന്നു ഇത്തരം വ്യാപാരികൾക്കെതിരെ പ്രവാസ ലോകത്തും ഉയർന്നത്. കാശ്മീരിൽ നിന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വ്യാപാരികൾ ഇസ്രയേലി പൗരന്മാരോട്, ഇസ്രയേലിൽ നിന്ന് വന്ന, വിദേശ രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാരോട് ഈ രീതിയിൽ പെരുമാറിയത് ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്നത് അല്ല. കേരളത്തിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ക്യാമ്പ് ചെയ്യാനും അവിടെ താമസിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ വിദേശ സഞ്ചാരികൾ. ഈ ദമ്പതികളെ ആക്ഷേപിച്ച ഈ സംഭവത്തിൽ കേരളത്തിലെ ടൂറിസം മന്ത്രി നിശബ്ദനായി തുടരുന്നു എന്നതും നമുക്ക് സംശയമുളവാക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഇതിലൊരു വിഷയം പോലും, ഇതിനെക്കുറിച്ച് ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. പക്ഷെ അതും ദുരൂഹത ഉണർത്തുകയാണ്. ശരിക്കും അത് ശരിയായ ഒരു രീതിയല്ല. കേരളത്തിന്റെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതിനെതിരെ അദ്ദേഹം ശബ്ദം ഉയർത്തേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് പല രീതിയിലുള്ള പ്രതിഷേധം പ്രകടനങ്ങളുടെ ഇടയിൽ ആൾക്കാർ നടത്തിയിരിക്കുന്ന അഭിപ്രായങ്ങൾ. എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് കേരളത്തിന് നാണക്കേട് തന്നെയാണ്. സ്വർഗമാണ് ഇത്, കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നാടാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പുറത്ത് എല്ലാവരും അറിഞ്ഞിട്ട് ഈ ദൈവത്തിന്റെ സ്വന്തം നാട് കാണാനായിട്ട് എത്തുന്ന ആൾക്കാർക്ക് ചെകുത്താന്മാരുടെ നാട്ടിൽ ചെന്നതിനേക്കാൾ മോശമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? എന്തായാലും ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോൾ ചെകുത്താന്റെ നാടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചില പ്രത്യേക ആൾക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ PC ജോർജ് പറഞ്ഞ ഈ വർഗീയവാദമാണ് ഇവിടെ നിഴലിക്കുന്നത് എന്ന് പറയുന്നതിനെ പലരും അനുകൂലിച്ച് രംഗത്ത് വരുന്നത്. അതിൽ കാര്യമുണ്ട്, അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ഇസ്രയേലി പൗരന്മാർക്ക് നമ്മുടെ കേരളത്തിലുണ്ടായ ഈ സംഭവം ഓർത്ത് നമ്മൾ എല്ലാവരും ലജ്ജിക്കുക തന്നെ വേണം, നാണിച്ച് തല താഴ്ത്തുക തന്നെ വേണം. ഇനി ഇത്തരത്തിലുള്ള അനുഭവം ഇത്തരക്കാർക്ക്, ഇങ്ങനെ വിദേശത്തു നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നവർക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക തന്നെ വേണം. അത് കേരളത്തിൽ നിന്നുള്ള കച്ചവടക്കാരായാലും ശരി, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കേരളത്തിൽ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടി കച്ചവടം നടത്തുന്നവരായാലും ശരി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ എവിടെ കണ്ടാലും അതിനെ അനുകൂലിക്കാൻ പാടുള്ളതല്ല എന്നത് 100% ന്യായമായ ഒരു സംഗതിയാണ്. ഇനിയും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ ഉണ്ടാകുന്നതിനുള്ള ഒരു ഭാഗമാകാൻ നമ്മളാരും കാരണക്കാരാകില്ല എന്നൊരു തീരുമാനം, ഒരു ഉറച്ച പ്രതിജ്ഞ നമുക്കെടുക്കാം. വിനോദസഞ്ചാരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നല്ല വരുമാന മാർഗം തന്നെയാണ്. കൂടുതൽ വിദേശ സഞ്ചാരികൾ, വിനോദസഞ്ചാരികൾ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും എത്തണം. അതുവഴി നമ്മുടെ വരുമാനം വർദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികളെ ദൈവത്തെ പോലെ, അല്ലെങ്കിൽ അതിഥി ദേവോ ഭവ എന്ന നമ്മുടെ ആ ഒരു വാക്യം, അതിനെ സത്യമാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഓരോ കേരളീയനിൽ നിന്നും ഓരോ ഭാരതീയനിൽ നിന്നും ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.